ബാക്കി പൈസ പറഞ്ഞായിരിക്കും ഫ്രൂട്ട്സ് ഒക്കെ ഒന്നായിട്ട് എടുക്കും. വ്ളോഗർ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലേ. എവിടെ പോണ ഷോപ്പിംഗ് എവിടാ? ഹൈപ്പർ മാർക്കറ്റിലാണ്. ചിന്ന ഇവിടെ കയ്യിലിരിക്കുന്ന പൈസ ചെലവാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെത്തി. വണ്ടി അകത്ത് പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തത് കാരണം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തതിനു ശേഷം അകത്ത് നടന്നു കയറുകയാണ്. അമ്മവും ഐസും സൈഡിലുണ്ട്. അപ്പോഴത്തേക്കും ഐസു ആദ്യമായിട്ടാണ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വരുന്നത്. അപ്പോൾ അവര് അമ്പരപ്പുണ്ട് അവളെ മുഖത്ത്. ഫുള്ളൊന്ന് നോക്കി അങ്ങനെ നിൽക്കുകയാണ് അവള്. അപ്പൊ പതുക്കെ നമ്മൾ അകത്തോട്ടൊക്കെ ഒന്ന് കയറി. വലിയ തിരക്കൊന്നുമില്ല, ഞായറാഴ്ച ആണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ഫുള്ളൊന്ന് നോക്കിയതിനു ശേഷം നമുക്ക് എടുക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടെ എല്ലാ കൗണ്ടറിലും കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം എടുക്കാന്നുള്ള പ്ലാൻ. അങ്ങനെ ഐസു ആണെങ്കിൽ ഡൈപ്പർ ഉണ്ടപ്പോഴത്തേക്ക് അധികം കയറി പിടിച്ചത്. അത് വീട്ടിലുള്ളതുകൊണ്ടാണ് അവൾ അധികം കയറി പിടിക്കാൻ കാരണം. അങ്ങനെ നമ്മൾ ജസ്റ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് ഇറങ്ങി അങ്ങോട്ട് നടന്ന് എല്ലാം കണ്ട് ഓരോന്നായിട്ട് വാങ്ങാന്നുള്ള പരിപാടിയായിരുന്നു. ഉണ്ടാക്കറിയാമോ? നോക്കി കിടക്കണല്ലേ, ഒന്നും എടുക്കില്ലല്ലോ നീ. പിന്നെ പോപ്കോൺ, ഈ മൂന്ന് സാധനവും ആവശ്യമില്ല. നിനക്ക് പറ്റിയത് ഇതല്ലേ പഠിച്ചിട്ട് പൈസകൾ പിടിക്കും. ഇതെന്തിന്? ഇതിന്റെ ആവശ്യമുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടത് അവളെടുത്തു. വേണ്ടേ? അത് കുലിപ്പ് കാരണം ടിഷ്യൂ എടുക്കാം. ഇത് എത്ര ഉണ്ട്? ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരെണ്ണം എടുക്കാം. ടിഷ്യൂ ഒരെണ്ണം വാങ്ങി ഒരെണ്ണം ഫ്രീ. അതാണ് ഇവക്ക് മൂക്ക് തുടയ്ക്കാൻ ഇത്രയും ടിഷ്യൂ. ഒരെണ്ണം എടുത്ത് പൊട്ടിക്കാൻ ഇതെന്ത്? ഏതെടുത്ത? ഇതിങ്ങനെ അടച്ചു വെക്കാവും. മറ്റതൊന്നും ചേർത്തേ അല്ല. ഇത് വേറൊന്നും ചേർത്തല്ലോ. ഒന്ന് കട വെക്കാം. വേറൊന്നും ചേർത്തല്ല അല്ലേ, ചുമ്മാ യാറ് കയറ്റി വെച്ചിരിക്കുന്നു. ഇത് 100 രൂപ. ഇതല്ലേ ലാഭം? ഇതാണ് ലാഭം. അതെടുക്കാം. എത്ര? 50. നമ്മൾ 10 രൂപ. ഓ പോ. ഇവിടെ എന്തോന്നാ അരിപ്പൊടി വാങ്ങിച്ചു കഴിക്കാൻ പോണ? സാധനം വാങ്ങിച്ചു, കവറില്ല കൊണ്ടുപോയാ. തുറന്നിട്ട് എല്ലാം കൂടെ അളഞ്ഞു വാരി. മതി കേട്ടാ, മതി. ഇതിന്ന് ഒന്ന് മുന്തിരിന്ന് കുറച്ച് അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. ഇതിന്നൊന്ന് മുന്തിരിന്നൊന്ന് കുറച്ച് അങ്ങനെ എടുക്കാവോ? അങ്ങനെ എടുക്കാൻ സമ്മതിക്കൂല. ആപ്പിൾ 320 വേണ്ട, അങ്ങനെ എടുക്കൂല. ഒന്നായിട്ട് ആരെങ്കിലും എടുക്കൂ? ഓരോന്നായിട്ടാ? എന്തേര്? ചിക്കൻ നഗറ്റ്സ് പൊരിച്ച് കഴിക്കാൻ. ഇതെന്തോടെ? ഒന്നേ ഉള്ളു. ഇത് എന്നതാ സാധനം? വേണോ? ഐസിനാണോ അത്? എന്തോ ഇതിനൊക്കെ ഒന്ന് എടുത്തെങ്കിൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കായിരുന്നു. എട്, നീ എടുത്തിട്ട് നീ ബില്ലടിക്കാൻ നീ പോയാ എന്തായിരുന്നു? ഫ്രൂട്ട്സ് ഒക്കെ ഒന്നായിട്ട് എടുക്കും എന്ന് ചോദിച്ചു. ഒന്നായിട്ടായിരുന്നു. കൊച്ചിനാണ് ഒന്നായിട്ട്. പിന്നെ എന്തൊരു പ്രശ്നമെന്ന് അറിഞ്ഞു ചോദിച്ചു നോക്കിട്ടോ.
ഞാൻ പറയണ ചോദിച്ചാ നമുക്ക് ഇപ്പൊ എടുത്തോണ്ട് പോവാം. ഓരോന്നായിട്ട് നീ പോയി ചോദിച്ചു, ആ ചേച്ചിട്ട് പോയി ചോദിച്ചു. നിങ്ങൾ ചോദിച്ചിട്ട് എല്ലാം ഒരെണ്ണം വെച്ചെടുക്കാം. ഓ അപ്പൊ ഉണ്ടാക്കാന്നാണ് പറയണത്. ഇട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വില്ലടിച്ചാൽ ഞാൻ എടുക്കൂല. അവിടെ ഞാൻ വാങ്ങിയിരിക്കുന്നു. ഓരോന്നും ഇതോ എടുക്കാൻ പറ്റും, ഓരോ ടവറിലേക്ക് ഇടാണ്. സക്സസ്. അങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. അവളെ സന്തോഷം നോക്കിയാണ്. ഒരു കവർ ഇട്. ഓരോന്നും ഓരോ കവറിലായിട്ട് എടുക്കണം. ഇത് ഇട്. എന്തോ നിക്കണ രസി, ഇത് പോയി നോക്കണ. ഇതേത് വ്ളോഗർ, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലേ. അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പുറത്തൊക്കെ പോയി പറയും ഇതെവിടെ ഉള്ളത്. കഴിഞ്ഞ ഇതെല്ലാം കൂടെ എത്ര? 10,000 ആവും തോന്നും. മാങ്ങ നമ്മളെ വീട്ടിലുണ്ടല്ലോ. എന്തിനാണ് കാണിക്കണം? ഇതെങ്ങനെ കൊണ്ടുപോകും? കുട്ടിയതല്ലേ, അവിടെ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്ത് ഇനി അവിടെ പോകുമ്പോ അറിയാം എന്താണ് അവസ്ഥ. പച്ചക്കറി അവിടെ ബില്ല് എന്നിട്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടയും കൊണ്ട് നേരെ ബില്ലിങ്ങിലോട്ട് പോയി. അമ്മു ഹൈസും അവിടെ വേറെ എന്തൊക്കെയോ എടുക്കുന്നത് കണ്ട്. അപ്പൊ അവക്കറിയാം പൈസ അവളെ കയ്യിൽ നിന്നാണ് പോണത്. അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ വിളിക്കാന്നില്ല. അവിടെ നിന്ന് അവളെല്ലാം നോക്കിയെടുത്ത് എന്തോ വാങ്ങിച്ചോണ്ട് വന്ന് വീണ്ടും. അപ്പോഴത്തേക്ക് വരി വന്ന് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ ഐസു അമ്മു നമ്മളെ അടുത്ത് വന്ന് നിന്നിട്ടാ. വന്നതിന് ശേഷം അമ്മൂന് ഭയങ്കര വെപ്രാളം. ഈ എമൗണ്ട് എത്ര ആവും എന്നുള്ളൊരു വെപ്രാളം ഉണ്ടായിരുന്നു മനസ്സിൽ. ആ നിന്ന വരിയിൽ ലാസ്റ്റ് ആള് ഞാനായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ എത്തി ബില്ലടി തുടങ്ങി. നേരെ നമ്മള് വീട്ടിലോട്ട്. ബില്ല് എത്രയായി? 1,754 രൂപ. ബാക്കി പൈസ അവരെടുത്തു. ബാക്കി പൈസ പറഞ്ഞ എനിക്ക് അപ്പാടെ ഇരുന്ന് വേണ്ട എന്നെ മര്യാദക്ക് വീട്ടിൽ ഇരുന്നാ അറിയായിരുന്നു. ഉള്ള പൈസ എന്ത് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ അവളെ പൈസ തീർന്ന സന്തോഷത്തിൽ ഞാനും അവളെ പൈസ തീർന്നതിന്റെ ദുഃഖത്തിൽ അവളുമായിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.